എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചതൊക്കെ ഗെയിമിന്റെ പാർട്ടായിരുന്നു. തെളിവുകൾ അടക്കമാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നു പറയുന്നത്. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ഉമ്മം വെച്ചത്, ഗബ്രീനെ കടിച്ചത്, തൊട്ടത്, കെട്ടിപ്പിടിച്ചത്, ഇതെല്ലാം ഗെയിമിന്റെ പാർട്ടായിരുന്നു. പോയി ജാസ്മിനെ ഇത്രമാത്രം കുറ്റം പറഞ്ഞത്. ആ കുട്ടി ഓരോ നിമിഷവും സ്വന്തം ജീവിതം പോലും ഒരു അഭിനയമാക്കി മാറ്റിയ ഇതിലും വലിയ ഒരു നടിയെ നമുക്ക് എവിടെ കാണാനാണ്? അപ്പൊ നമുക്ക് തെളിവുകളൊക്കെ ഇങ്ങോട്ട് നിരത്തിക്കൊണ്ട് തന്നെ ഈ വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് പോവാം. നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിന്റെ പോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായ രീതിയിലാണ്. പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും തന്നെയില്ല. തകർന്നടിഞ്ഞ TRP എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടിരണം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സ് വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമ്മൾ ഇന്നലെ ഒരു ഓഡിഷൻ പരിപാടിയൊക്കെ കണ്ടായിരുന്നു. ജിത്തു ജോസഫിനെയും ആന്റണി പെരുമാവരനെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഓഡിഷൻ കണ്ടായിരുന്നു. ആരെ സെലക്ട് ചെയ്താലും ജാസൂട്ടിനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണങ്ങൾ കുറേയുണ്ട്, അതൊക്കെ പറയാം. ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമന്റ്സ്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ില്ലാതെ ഒന്നും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ആദ്യത്തെ കാര്യം തന്നെ എടുക്കാം. നമുക്കറിയാം ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നായിരുന്നു. ജാസ്മിന്റെ ഫാദറിന് ബ്ലോക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട്. ഏത് ജില്ലയിലെ ബ്ലോക്ക് ആണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു കോള് വന്നത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അത് വന്നതിന് ശേഷം വീക്കെൻഡ് എപ്പിസോഡില് വലിയ നടനായിട്ടുള്ള മോഹൻലാലുമായിട്ടുള്ള ജാസ്മിന്റെ ഒരു അഭിനയം നമ്മൾ കണ്ടില്ലേ? അതായത് മോഹൻലാൽ പറയുന്നു ജാസ്മിനെ ഫാദറിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ജാസ്മിന്റെ ആ ഒരു ചോദ്യം, ലാലേട്ടാ ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ. അവിടെ തുടങ്ങി നമ്മൾ കാണാൻ തുടങ്ങിയതാണ് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ തകർത്ത അഭിനയങ്ങൾ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കോള് വന്നതിന് ശേഷം ജാസ്മിൻ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള, അതായത് ക്യാരക്ടർ ചേഞ്ചസ് അങ്ങനെ നമുക്ക് പറയാം, അതുപോലൊരു അഭിനയം കണ്ടായിരുന്നു. അതായത് കരയുന്നു, ഗബ്രി നീ എൻ്റെ അടുത്തേക്ക് വരരുത്. അതായത് അച്ഛന് ബ്ലോക്കാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ പ്രശ്നം ഗബ്രിയുടെ അടുത്ത്. ഇതിലും വലിയ ഒരു നടിയെ നമുക്ക് ഇനി കാണാൻ കഴിയില്ല. ഡേ 1 തൊട്ട് എന്ത് ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ വേണ്ട ഒരു അന്യൻ സ്റ്റൈലൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മുടെ ഗബ്രിയും ജാസ്മിനുമായിട്ടുണ്ടായിരുന്ന ലീലാവിലാസങ്ങളെല്ലാം. അത് കഴിഞ്ഞ് ജാസ്മിന്റെ ഫാമിലി വന്നതിന് ശേഷം അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം വരെ ഗബ്രിയെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഗബ്രിയെ മാത്രം ധ്യാനിച്ച് നടന്ന ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുന്നു. ഗബ്രി എന്ത് തിരഞ്ഞാലും ഗബ്രിയോടാ. അങ്ങനെ അതുപോലെ അഭിനയിച്ച് ജീവിച്ച ഒരു വ്യക്തി പിറ്റേ ദിവസം പാരന്റ്സ് വന്ന് ആ മാലയും ആ ഫോട്ടോയും എടുത്തു മാറ്റിയപ്പോൾ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ആ അഭിനയം മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ്. ഇതിലും കൂടുതൽ എന്ത് തെളിവാണ്? അല്ലെങ്കിൽ ഇപ്പൊ ഏത് റോള് കൊടുത്താലും പെട്ടെന്ന് തന്നെ ക്യാരക്ടർ ചേഞ്ച് ആവാൻ അവിടെ ജാസ്മിന് മാത്രമേ പറ്റുള്ളൂ. കാര്യം നമുക്കറിയാം, ഇന്നലെ ഒരു ചെറിയ ഭാഗം അവരെല്ലാവരും അഭിനയിച്ച് കാണിച്ചായിരുന്നു ഓഡിഷന്റെ ഭാഗമായിട്ട്. പക്ഷെ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഒന്നാം ദിവസം തൊട്ട് അവിടെ അഭിനയിക്കുകയാണെന്ന് പറയരുത്, ജീവിക്കുകയാണെന്ന് പറയണം. ചില വലിയ നടിമാരെയൊക്കെ നമ്മൾ പറയത്തില്ലേ, അവർ അഭിനയിക്കലായിരുന്നു, അവർ ജീവിക്കുകയായിരുന്നു. ജാസ്മിൻ ഈ ബിഗ് ബോസ് ഹൗസിൽ ജീവിക്കുകയായിരുന്നു. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജാസേച്ചിയുടെ ഫാൻസിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരിക്കും. എന്തോരം കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ പൊക്കി പറയുന്നത്. ഇന്നലെ ഇത് പറയാനൊരു കാരണം ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ നമ്മുടെ ജാസേച്ചിയുടെ അമ്മായിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. അമ്മായിയുടെ ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാണാത്തവരൊക്കെ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ പോയി ഒന്ന് കാണുക. ഇപ്പോഴാണ് ഈ അമ്മായിക്ക് വന്ന് ഇങ്ങനെ വിശദീകരിക്കുമ്പോഴാണ് ജാസേച്ചിക്ക് ഇത്രമാത്രം കഴിവുകളുണ്ടായിരുന്നോ. അങ്ങനെ അമ്മായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജാസേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ബിഗ് ബോസ് ഷോയില് ഏറ്റവും അർഹയായി കപ്പടിക്കാൻ ഉള്ള ഒരേ ഒരു വ്യക്തി ജാസേച്ചിയാണ്. നോക്കി കഴിഞ്ഞപ്പോ നമ്മളെ എന്നും വന്നുകൊണ്ട് ജാസേച്ചിയുടെ കുറ്റം മാത്രം പറഞ്ഞ കാര്യമില്ലല്ലോ. ചില ആളുകൾക്ക് ഈ ചില കഴിവുകൾ, ഈ അഭിനയത്തിന്റെ കാര്യമാണ് ഏറ്റവും പറയാനുള്ളത്. ഇനി നിങ്ങൾ നോക്കിക്കോ, നെക്സ്റ്റ് വീക്ക് റീ എൻട്രി വരുന്നുണ്ട് നമ്മുടെ ഗബ്രി മച്ചാനൊക്കെ. അപ്പൊ വേറൊരു അഭിനയം കാണാം. അങ്ങനെ അഭിനയത്തിന്റെ കാര്യത്തില് ജാസേച്ചി തന്നെ. പക്ഷെ എന്ത് റോള്, ഏത് സിനിമയില്, അതൊക്കെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. എങ്ങനത്തെ റോള് കിട്ടിയാലാണ് ആ ജാസച്ചി അഭിനയിച്ച് തകർക്കുക? എല്ലാ ആളുകളും ചെയ്യുന്ന റോളൊന്നും ചിലപ്പോൾ ജാസച്ചിക്ക് തകർക്കാൻ പറ്റില്ല. ജാസച്ചിക്ക് തകർക്കാൻ പറ്റുന്ന ചില പ്രത്യേക ടൈപ്പ് റോളുകൾ കൊടുക്കണം. അത് ഞാൻ എന്തായാലും പ്രത്യേകം പറയുവാണ്. ഇത് വല്ലവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജാസച്ചിനെ ഫിലിമിൽ കിടക്കണ്ടെങ്കിൽ പ്രത്യേകം റോളുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ജാസച്ചിയുടെ അമ്മായി വന്ന് ഇതുപോലെ കുറെ അമ്മായിമാരും ചേച്ചിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അപ്സര
റസ്മിൻ ഇവരൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ജാസേച്ചിനെ വെള്ള പൂശി എങ്ങനെയെങ്കിലും ഇല്ല ഗപ്പ് നമ്മുടെ ജാസേച്ചിന്റെ കയ്യിൽ കൊടുക്കണം എന്ന് വെച്ചിട്ട്. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി മലയാളം ബിഗ് ബോസ് സീസൺ 6 കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു കപ്പ് നിങ്ങൾ ടോയ്ലറ്റിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരും. അല്ലാതെ ജാസ്മിനെ പോലെ ഇത്രയ്ക്കും ക്വാളിറ്റി ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ്. കാരണം നമ്മൾ ഓരോ ആളുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അസസ് ചെയ്യുക അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളുടെ ബേസിൽ തന്നെയാണ്. ഇപ്പോ ഷോയിൽ കാണിക്കുന്നത് മറ്റൊരു അഭിനയമാണ്. ഇത് അധിക നാളില്ലല്ലോ, ഇനി 1-2 ആഴ്ചയും കൂടി വളരെ ബുദ്ധിമുട്ടിയാണ് ആ കൊച്ച് അഭിനയിച്ചുകൊണ്ട് പോകുന്നത്. കാരണം യൂഷ്വലി ജീവിക്കുകയായിരുന്നു, പക്ഷെ ഈ ആഴ്ചയൊക്കെ കൊച്ചിന് കുറച്ച് അഭിനയിക്കേണ്ടി വരുന്നുണ്ട്. എത്ര ആള് എന്തുമാത്രം കിടന്ന് കരഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ ബ്രോ തന്നെ ആയിരിക്കണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആളെ പോലെ ഒരു നല്ല കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഈ ഷോയിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഷോയ്ക്ക് വേണ്ടതെല്ലാം അല്ലെങ്കിൽ എവിടെ ചെയ്യണമെന്ന് ആലോചിച്ച് നന്നായി മൈൻഡ് ഗെയിം കളിച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ ഗെയിം ആണെങ്കിൽ പോലും വളരെ നന്നായി നിന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയി വോട്ട് ചെയ്യണം. അല്ലാതെ വേറെ എവിടെ പോയി കമന്റ് ഇട്ടാലും നിങ്ങൾ കുത്തിയാലും ഏത് പോളില് ഒരു കാര്യമില്ല. അപ്പൊ മാക്സിമം സപ്പോർട്ടുമായി ജിൻഡോയുടെ കൂടെ തന്നെ നിൽക്കുക. മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.